കുട്ടിക്കാലത്ത് അയൽവാസികളായ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കളിക്കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്ന നല്ല ഓർമ്മകളുണ്ട്. വളർന്നു വലുതായാലും അവർ നല്ല സുഹൃത്തുക്കളായിരിക്കും. ചിലർ തമ്മിലുള്ള സൗഹൃദം പ്രണയമായി മാറാം. എന്നാൽ പുതിയ തലമുറയുടെ സൗഹൃദത്തിൻ്റെ തലങ്ങൾ തന്നെ മാറി. കാസർഗോഡ് ഇങ്ങനെ ചെറുപ്പം മുതൽ കൂട്ടുകാരായിരുന്ന രണ്ടുപേരുണ്ട്. കൗമാരപ്രായമായപ്പോൾ അവരുടെ സൗഹൃദം വഴിവിട്ട ബന്ധമായി. +1 വിദ്യാർത്ഥിനിയെ 15-കാരൻ പലപ്പോഴായി ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതേക്കുറിച്ചറിഞ്ഞ അവളുടെ സഹോദരി ഭർത്താവും സമീപത്തെ കോഴിക്കട ഉടമയും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. കൗൺസിലിംഗിലാണ് കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. 5 പേർ പീഡിപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന് അവൾ നൽകിയ മൊഴി. കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെയാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവിനെ കൂടാതെ 15-കാരൻ, സ്പോർട്സ് കടയുടമ, കോഴിക്കടയുടമ തുടങ്ങിയവരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കടയുടമ നൌഷാദ്, ഫായിസ് എന്നിവരെയാണ് ചന്ദേര ഇൻസ്പെക്ടർ കെ പ്രശാന്ത് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45-കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുമ്പ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. 15-കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുമ്പ് വിദേശത്തേക്ക് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെത്തി പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി 1-ലധികം പേർ ഒരേ സമയത്ത് പെൺകുട്ടിയെ കടുത്ത ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ചന്ദേര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് പീഡന വിവരം അറിയാൻ വൈകിയത്. ന്യൂസ് 18 കാസർഗോഡ്.